ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഫ്രൂട്ട്സും മീറ്റും വെജിറ്റബിളും എല്ലാം വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണിത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനുള്ളിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലെ 6 സ്റ്റോറേജ് കണ്ടെയ്നറാണ് ഉള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചപ്പോൾ ഇതിന് 288 റുപ്പീസ് ആയിരുന്നു. വളരെ നീറ്റായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഒരു 1/2 കിലോ വരെയുള്ള ഐറ്റംസ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോറേജ് കണ്ടെയ്നറുള്ളിൽ ഒരു നെറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു വാട്ടർ ഡ്രെയിൻ പ്ലേറ്റ് ആണ്. ഈ ഒരു വാട്ടർ ഡ്രെയിൻ പ്ലേറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒന്നും പെട്ടെന്നൊന്നും കേടാവത്തില്ല. ഈ വെജിറ്റബിളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഈർപ്പം ഈ നെറ്റിന് താഴെയായിരിക്കും പോയി കളക്റ്റ് ആവുന്നത്. അപ്പോഴൊരു ആഴ്ചയൊക്കെ വരെയൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കേടാവാതിരിക്കും. ഇപ്പോൾ നമ്മൾ നോൺ വെജ് ഐറ്റംസ് തന്നെ ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ അടിയിൽ തണുത്തുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു നെറ്റ് ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്കങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഫ്രിഡ്ജ് മാറ്റാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കുമ്പോഴേക്കും അതിൻ്റെ ഗ്ലാസ് സ്ലൈഡൊക്കെ പോറൽ വീഴാനോ അഴുക്കാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാറ്റി യൂസ് ചെയ്യുമ്പോഴേക്കും അത് നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ടൊക്കെ ഇരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ടോപ്പിലിടാൻ ഒരു വലിയ മാറ്റ് കിട്ടുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.